ഹലോ ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ ഹെൽത്തിയായ ഒരു സ്നാക്സാണ് ഉണ്ടാക്കുന്നത്. വാഴക്കൂമ്പ് കൊണ്ടുള്ള പരിപ്പ് വട. അതിനായിട്ട് ഞാനിവിടെ ഒരു വാഴക്കൂമ്പും ഒരു ഗ്ലാസ് കടലപ്പരിപ്പും ഒരു ഗ്ലാസ് സാമ്പാർ പരിപ്പ് അഥവാ തൂരപ്പരിപ്പ് പറയുന്ന പരിപ്പുമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ മല്ലിച്ചപ്പ്, പുതിനയില, കരിവേപ്പിൻ്റെ ഇല, മുളക്, ഇഞ്ചി, വെളുത്തുള്ളി എന്നിവ എടുത്തിട്ടുണ്ട്. ഞാൻ ആ വാഴക്കൂമ്പിൻ്റെ ആ ബ്ലാക്ക് പോർഷനൊക്കെ കളഞ്ഞ വൈറ്റ് പോർഷൻ മാത്രം ചെറുതാക്കി അരിഞ്ഞാണ് അതിലേക്ക് ഇടുന്നത്. അങ്ങനെ ഒരു ഗ്ലാസ് കടലപ്പരിപ്പും തുവരപ്പരിപ്പും ഞാൻ 2 മണിക്കൂർ മുന്നേ വെള്ളത്തിലിട്ട് വെച്ചതാണ്. ഇനി അത് നമുക്ക് ആ കടലപ്പരിപ്പും തുവരപ്പരിപ്പും നല്ലോണം കഴുകി ഒന്ന് അരിപ്പയിൽ അതിന് വെള്ളം വാരാൻ വേണ്ടി എടുത്ത് വയ്ക്കാം. അപ്പോഴേക്കും നമുക്ക് ഈ വാഴക്കൂമ്പ് ചെറുതാക്കി അരിഞ്ഞെടുക്കാം. ഞാൻ ചെറുതാക്കി അരിഞ്ഞാണ് വാഴക്കൂമ്പ്. ഞാൻ 2 വലിയ ഉള്ളി ഒന്ന് ക്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മിക്സിയിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. ചെറുതാക്കി അരിഞ്ഞെടുത്താലും മതി. ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് മിക്സിയിലിട്ട് ക്രഷ് ചെയ്തെടുക്കുന്നത്. ക്രഷ് ചെയ്തെടുക്കുമ്പോൾ ഈ ഉള്ളി ചേർക്കുമ്പോൾ അതിൽ ഉള്ളിയും കൂടിയും ചേർത്തിട്ടുള്ള പരിപ്പാണ്. പകുതി പരിപ്പെടുത്ത് ഞാനൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടേ ഉള്ളൂ, പകുതി അരച്ചെടുത്തു. ഈ ക്രഷ് ചെയ്തെടുത്തത് ചില പരിപ്പൊക്കെ അതുപോലെ തന്നെ കിടക്കുന്നുണ്ട്. പരിപ്പൊന്ന് കടിക്കണം, അതാണ് ആ പരിപ്പ് വടേൻ്റെ ടേസ്റ്റ്. അതിന് വേണ്ടിയിട്ടാണ് പകുതി എടുത്ത് ഞാൻ ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളത്, പകുതി അരച്ചുടനെ എടുത്തിട്ടുള്ളത്. പാകത്തിന് ഉപ്പൊക്കെ ഇട്ടിട്ട് അരച്ചെടുത്തതാണ്. നമുക്ക് ബാക്കിയുള്ളതൊക്കെ ചേർത്തിട്ട് ഉപ്പും കൂടി നോക്കാം. ഇനി അതിലേക്ക് നമുക്ക് ആ വാഴക്കൂമ്പ് അരിഞ്ഞ് വെച്ചതും കൂട്ടിയിട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. വാഴക്കൂമ്പിൻ്റെ നാരൊന്നും ഞാൻ കളഞ്ഞിട്ടില്ല, അതിലാണ് ഫൈബർ കൂടുതലുള്ളത്, അതുകൊണ്ട് ഞാൻ കളഞ്ഞിട്ടില്ല. അരിഞ്ഞപ്പോൾ കയ്യിൽ തടഞ്ഞ മാത്രമേ കളഞ്ഞിട്ടുള്ളൂ. പിന്നെ അതിലേക്ക് പുതിനയില, മല്ലിച്ചപ്പ്, കരിവേപ്പിൻ്റെ ഇല അരിഞ്ഞ് വയ്ക്കാം. പിന്നെ അതുപോലെ 6 മുളകും 6 ചുവന്ന മുളകും 6 പച്ചമുളകും കൂടി അരിഞ്ഞ് ഞാൻ അതിലേക്ക് ഇടുന്നുണ്ട്. പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ച കരിവേപ്പിൻ്റെ ഇലയും മല്ലിച്ചപ്പും പുതിനയിലയും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 6 ചുവന്ന മുളക് 6 പച്ചമുളക് എടുത്തിട്ടുള്ളത്. നിങ്ങൾ എരിവിനനുസരിച്ച് വേണം. നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ അതിനനുസരിച്ച് കുറച്ചിട്ട് കൊടുത്താൽ മതി. കുട്ടികളൊക്കെ കഴിക്കണമെങ്കിൽ ഇത്ര മുളക് ഇടണ്ട. ഇതിലിത്തിരി വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് കൂടുതലാണ്, അതുകൊണ്ട് തന്നെ ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടലപ്പൊടി, 1 ടേബിൾ സ്പൂൺ കടലപ്പൊടി ഇട്ടിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. കൂടാതെ 1 ടേബിൾ സ്പൂൺ റവയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ റവ ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു ക്രിസ്പിയായി കിട്ടുകയും ചെയ്യും. ആ വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് ഒന്ന് പാകാവും കൂടിയും ചെയ്യും. അതിനാണ് 1 ടേബിൾ സ്പൂൺ റവയും 1 ടേബിൾ സ്പൂൺ കടലപ്പൊടിയും ഇട്ട് കൊടുത്തത്. ഇത് മിക്സാക്കി കൊടുത്തതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് 1-2 ടേബിൾ സ്പൂണും കൂടി റവ ഇട്ട് കൊടുക്കാം. നിങ്ങൾ കടലപ്പൊടി ഇടണം നിർബന്ധമില്ല, കാരണം അത് ഓൾറെഡി കടലമാവ് തന്നെയാണല്ലോ, അതുകൊണ്ട് കടലപ്പൊടി ഇടണം നിർബന്ധമില്ല. നിങ്ങൾ വെള്ളത്തിൻ്റെ ഇത് നോക്കിയിട്ട് അതിനനുസരിച്ച് കടലപ്പൊടി റവ ഇട്ട് കൊടുത്താൽ മതി. ഞാനിതൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് കുറച്ചും കൂടിയും കൂടുതലാണ്, അതുകൊണ്ട് ഞാൻ 1 ടേബിൾ സ്പൂണും കൂടി റവ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ കുറച്ചും കൂടിയും കുഴച്ച് നോക്കിയപ്പോൾ കുറച്ചും കൂടി കൂടുതലായതുകൊണ്ട് 1 ടേബിൾ സ്പൂൺ ഇട്ടുണ്ട്. അങ്ങനെ 3 ടേബിൾ സ്പൂൺ റവ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ 1 കഷ്ണം ഇഞ്ചി 2 വെളുത്തുള്ളിയും കൂടി നല്ലോണം ക്രഷ് ചെയ്ത് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പേസ്റ്റ് ആക്കിയിട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇവിടെ കുട്ടികൾക്ക് ഇഞ്ചിയൊന്നും കടിക്കുന്ന ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാൻ നല്ലോണം ക്രഷ് ആക്കിയിട്ട് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ അരിഞ്ഞിട്ട് കൊടുത്താലും മതി. പിന്നെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. പിന്നെ കൂടാതെ ആ ഗ്യാസിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് പരിപ്പൊക്കെ ആയതിൻ്റെ ഗ്യാസിൻ്റെ പ്രശ്നങ്ങളൊക്കെ പോകാനും കൂടി നല്ലതാണ്. അതുകൊണ്ടാണ് ഞാൻ 2 വെളുത്തുള്ളി വലിയ അരിയാണ് 2 വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ എണ്ണ ചൂടായിട്ടുണ്ട്. ഹൈലിട്ട് എണ്ണ ഒരു മീഡിയം ലെവൽ ചൂടായപ്പോൾ ഞാൻ സിമ്മിലാക്കി ഞാൻ വട ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 സൈഡും ബ്രൗൺ കളർ ആവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ബ്രൗൺ കളർ ആയിട്ടുണ്ട്, നമുക്കത് കോരിയെടുക്കാം. എണ്ണ ഇത് കോരിയെടുക്കുന്നതിന് 3 മിനിറ്റ് മുന്നേ ഇത് എണ്ണ കുറച്ചുകൂടി ഹൈ ആക്കിയിട്ട് വേണം നമ്മൾ കോരിയെടുക്കാനെങ്കിൽ എണ്ണ കുടിക്കും. സിമ്മിലാക്കിയിട്ട് തന്നെ നമ്മൾ വട കോരിയെടുക്കരുത്. വെന്ത് കഴിഞ്ഞാൽ സിമ്മിലാക്കി വെന്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു മീഡിയത്തിലാക്കി വെക്കാം നമുക്ക് തീ. എന്നിട്ട് വട എടുത്താൽ മതി. നമ്മുടെ ടേസ്റ്റിയായ വട റെഡി ആയിട്ടുണ്ട്. എല്ലാവരും തയ്യാറാക്കി നോക്കണം. നല്ല ഹെൽത്തിയും ടേസ്റ്റിയുമാണ്, കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും. ഓക്കെ, താങ്ക് യു.